അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഇപ്പം ഭയങ്കര പ്രശ്നമായിട്ട് നടക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കി സിജോ തമ്മിലൊരു ഇഷ്യൂ ആണ്. ഞാൻ അവനോട് മൂക്ക് ടച്ച് ചെയ്ത് നിന്നുണ്ട്, പരസ്പരം വെല്ലുവിളിച്ചിട്ട്. പ്രേക്ഷകർ ഞാൻ പറയട്ടെ, മാറ്റി പിടിക്കുന്ന ആൾക്കാരെ പ്രേക്ഷകർ, ആ പ്രേക്ഷകരിൽ എന്നെ മാറ്റി പിടിച്ചത്. സിജോ പറയുന്നുണ്ട്, എനിക്കിപ്പം തല്ല് കിട്ടി, പക്ഷെ അത് കുഴപ്പമില്ല, അത് ഗെയിമിന്റെ പാർട്ടായിട്ട് ഞാൻ എടുക്കുന്നു, അവൻ തിരിച്ച് വീട്ടിലോട്ട് വന്നോട്ടെ, ഗെയിം കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട്. ഒരൊറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ, അവരെല്ലാരും ഗെയിമേഴ്സാണ്. ഒരു പക്ഷെ ആൾക്കാർക്ക് വിചാരിക്കാം അത് സിജോന് മേ ബി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറയാം, കാരണം ഇവൻ ഇത്ര തല്ല് കൊണ്ടിട്ടും അവൻ കുഴപ്പമില്ല എന്ന് പറയണം. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്, നീ നിന്റെ തടിയും വെച്ച് നീ എന്നെ തല്ലും, നീ വാ വാ. റോക്കിയുടെ ഭാഗത്ത് നിന്ന് ചേട്ടനാണ് അങ്ങനത്തെ ഒരു അടി കിട്ടണമെന്നുണ്ടെങ്കിൽ റോക്കി ഞാൻ തമ്മിൽ ഫസ്റ്റ് ഫൈറ്റ് ഉണ്ടാവുന്നത് ആദ്യം അത് ഗബ്രിയായിട്ടാണ് ഫൈറ്റ് ഉണ്ടായത്. നമ്മളൊരു ഉന്തും തള്ളുണ്ടാവുന്ന ഒരു ഇഷ്യൂ അല്ല, അത് വേണം വെച്ചിട്ട് നല്ല ആഞ്ഞ് അടിച്ചിട്ടുള്ളതാ. ഒരു പ്രേക്ഷകൻ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ പ്രേക്ഷകൻ അത് പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യുന്നത്? 6ാം തമ്പുരാനാവാമെന്ന് വിചാരിച്ച് പോയവനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഒരുപാട് മുഖം കണ്ടതല്ലേ. ബിഗ് ബോസിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു വാതിലാണ് എനിക്ക് തുറന്നു കിട്ടിയത്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയൂ അത് മുഴുവൻ ഞാൻ 7 ദിവസം കൊണ്ട് അവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഓവർ കോൺഫിഡൻസ് നല്ലതല്ല, മനസ്സിലായില്ലേ? ഏട്ടൻ പറഞ്ഞില്ലേ, കണ്ടാ ആക്കിക്കോ, എത്ര വേണമെങ്കിലും ആക്കിക്കോ, ഞാൻ ഔട്ടായവനാ. ഗെയിം കളിച്ച് മതിയായില്ലോ കൂട്ടാ, വളരെ എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ ചൂടായത് മാത്രമാണ് നിങ്ങളെല്ലാവരും എടുത്ത് പറയുന്നുള്ളൂ. അപ്പോഴും ജാൻമണിനോട് സപ്പോർട്ട് ചെയ്യാണ്. എന്റെ പെങ്ങള് കുട്ടിയെ സപ്പോർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താന്ന് നമുക്ക് തോന്നിപ്പോയി. ആ തോന്നല് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. എന്റെ അരങ്ങേറ്റായിരുന്നു അത്. എന്നെ അറ്റാക്ക് ചെയ്യുന്ന സാധനം ഒഴിവാക്കാൻ എനിക്ക് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പിടിക്കാൻ നോക്കിയായിരുന്നു അതിന്റെ ഉള്ളിൽ. ഞാനത് തെറ്റിദ്ധരിച്ചു പോയി. ഞാനൊരു മനുഷ്യനല്ലേ. തരംഗം മൂലായിരുന്നു ജാസ്മിന്റെ വോക്ക് ഓഫ് ഉണ്ടായിരുന്നത്. ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ല, ഞാൻ വിചാരിച്ചു അതേപോലെ പ്രതീക്ഷിച്ചിട്ടാണോ ചേട്ടൻ ചെയ്തത്. ഒന്നാമത്തെ കാര്യം, അവിടെ ആ ടോക്ക് അവസാനിപ്പിക്കാൻ എന്റെ മുമ്പിൽ വേറൊരു വഴിയില്ല. ഈ വീക്കിൽ തന്നെ കുറെ ട്രോഫി കിട്ടിയിരുന്നില്ലേ? എന്തൊക്കെയായിരുന്നു? ചൊറിയൻ, കോമാളി, കരികിട, അതിന്റെ ഉള്ളിൽ കാട്ടിയ കാര്യങ്ങളൊക്കെയാണ്. കാരണം അത് എന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെയായിരുന്നു. ദേശീയ അവാർഡിന്റെ തുല്യാണ് ആ ചൊറിയൻ അവാർഡ് എടുത്തത് അല്ലേ? ഞാൻ അതൊന്നും പറയില്ല, വളച്ചൊടിക്കണ്ട. വളച്ചൊടിക്കാണ്, അതിനുള്ളിലേ വളച്ചൊടിപ്പാ. ഹായ്, ബിഹാർ വിത്ത് സൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ ഗസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ചിരിക്കണം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. രതീഷ് ഏട്ടൻ ആൻഡ് വൈഫ്, പിന്നെ 2 കുട്ടി പട്ടാളുകൾ. രതീഷേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണത്, അടിപൊളിയായിട്ട്. എന്നെ കണ്ടിട്ടാണ് തോന്നുന്നത്. ഓ, ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. 6ാം തമ്പുരാനാവാമെന്ന് വിചാരിച്ച് പോയവനാണ് ഇപ്പൊ 1ാം തമ്പുരാനായിട്ട് ഇരിക്കുന്നത്. എന്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചിരി ആക്കി ചിരിയാണ്. കറക്റ്റായിട്ട് മനസ്സിലായി, കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഒരു 7 ദിവസമാണ് അവിടെ നിന്നെന്നുണ്ടെങ്കിലും പുറത്തേക്ക് വന്നിട്ട് ഒരു ഓഡിയൻസിന്റെ ഒരു ഇമ്പാക്ട്, അവരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല റെസ്പോൺസ് ആയിരുന്നു, നിങ്ങൾ കണ്ടതല്ലേ. നല്ല റെസ്പോൺസ് ആയിരുന്നു. എല്ലാ അമ്മമാരും ഒരുപാട് സ്നേഹിക്കണമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. എൻ്റെ കളികൾ ഇഷ്ടപ്പെടുന്ന ആദ്യം അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ആദ്യം ഒരു 2-3 ദിവസം ഞാൻ നെഗറ്റീവ് തന്നെയാണ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നത്. കാരണം അത് എൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെയായിരുന്നു. കാരണം നമ്മളവിടെ ചെന്നപ്പോൾ ഈ 19 പേരെ കണ്ടപ്പോൾ, 19 പേരിൽ ഒരാളാണ് ഞാൻ. ഓക്കെ, മൊത്തം 19 പേരുണ്ടായിരുന്നത്. ബാക്കി 18 പേരെ കണ്ടപ്പോൾ നമുക്ക് ആ കണ്ണിലൊക്കെ നോക്കി, ഓരോരുത്തർ കണ്ണിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഗെയിം ഇന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു. അല്ല, ഞാൻ കണ്ണിൽ നോക്കി ഗെയിം കളിച്ചതാണ് ഞാൻ. അല്ല, പക്ഷെ നമ്മളൊരു ഹൗസിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ പരിചയപ്പെടാം, അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ചെറിയ എന്റെ ഏറ്റവും ആദ്യത്തെ അരങ്ങേറ്റം ജാൻമണി ആയിട്ടായിരുന്നു. അതെ, ഇഷ്യൂസ് അല്ല. ആദ്യം ഞാൻ പെണ്ണിന്റെ സമയത്ത് സംസാരിച്ചിട്ട് ഹലോ എന്തുവാ എന്നൊക്കെ പറഞ്ഞിട്ട്, അതെ, ആ വാഷ് ബേസിന്റെ അവിടെയൊക്കെ പോയിട്ട് ജാൻമണി ആയിട്ടായിരുന്നു ഫസ്റ്റ് തുടങ്ങിയത്. അപ്പൊ ഞാനൊരു 18 പേരെയും കണ്ടപ്പോ എനിക്ക് അവരുടെ കണ്ണിലൊക്കെ നോക്കിയപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റാം, നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ എൻ്റെ ഇത് ശരിയായിരുന്നു, എൻ്റെ വ്യൂ പോയിന്റ് ശരിയായിരുന്നു. ഞാൻ എല്ലാവരോടും ഞാൻ തന്നെ ഗെയിം കളിച്ചു. ഏറ്റവും ആദ്യം ജാൻമണിയിൽ നിന്നാണ് ഞാൻ ഈ ഹ്യൂമറിൽ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഒരുപാട് മുഖങ്ങൾ കണ്ടതല്ലേ. നമുക്ക് എന്താ തോന്നിയെന്നറിയോ, ഫസ്റ്റ് ദിവസം തന്നെ ആ വീട്ടിലോട്ട് കേറിയിട്ട് തല്ലുന്നാണല്ലോ തുടങ്ങുന്നത്. അതന്നെ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ ഇതുവരെ കണ്ട സീസണിൽ പരിചയപ്പെടുന്നു, ഒന്ന് സെറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷെ രതീഷ് ഏട്ടൻ വന്ന
ആ ഒരു കേറിയ ഒരു ഇതിൽ തന്നെ ജാൻമണിയായിട്ട് ഇഷ്യൂ ഉണ്ടാവണം. ആക്ച്വലി അത് എന്തിനായിരുന്നു? ഞാൻ വന്നു എന്നുള്ളത് രതീഷ് കുമാർ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചതാണ്. അല്ല ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ അതില് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇത് കണ്ടപ്പോൾ ഞാനത് എന്റെ വികാരം ഞാൻ പ്രകടിപ്പിച്ചത്. വേണം വെച്ച് ചെയ്തതല്ല, വേണം വെച്ച് ചെയ്തതല്ല. എല്ലാവരും വിചാരിച്ചത് ഞാൻ വേണം വെച്ച് ചെയ്തതാണ്. പക്ഷെ എനിക്കത് പെട്ടെന്ന് അത് ചെറിയൊരു റേസ് വന്നു, അത് ഞാൻ റേസ് ചെയ്തതാണ്. പക്ഷെ എല്ലാവരും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്റെ ചേട്ടനെ ചീത്ത പറഞ്ഞു. ചേട്ടൻ ഇറങ്ങിയ വെച്ചെന്നെ ചീത്ത പറഞ്ഞത് നീ ആരാന്ന് ചോദിച്ചത് എന്റെ അടുത്ത്. അതായത് ആ ഒരു ഇത് ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കോടെ. പക്ഷെ എന്താ സംഭവം അറിയോ പൂർണിമ, എന്താ സംഭവിച്ച ആ സമയത്തുണ്ടല്ലോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ പുറമേ ഉള്ള എനിക്കിപ്പോ പൂർണിമയായിട്ട് എനിക്ക് സംസാരിച്ച് എനിക്ക് കുറെ ദിവസങ്ങളുണ്ട് അല്ലെ, പൂർണിമയായിട്ട് സംസാരിച്ച് മറ്റേ നമ്മൾ തമ്മിൽ ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ അവസാനമൊക്കെ നമുക്ക് വഴക്കൂടാം. പക്ഷെ എനിക്ക് കിട്ടിയൊരു ഓപ്ഷൻ വലിയൊരു വാതിലാണ്. ബിഗ് ബോസിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു വാതിലാണ് എനിക്ക് തുറന്നു കിട്ടിയത്. എന്റെ മുമ്പിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മാറ്റിപ്പിടിക്കേണ്ട ഒരു സീസൺ ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ സാധാരണ സീസണിൽ ഉണ്ടാവാറില്ല. പക്ഷെ എന്റെ മനസ്സിൽ ചെറിയൊരു ചിന്ത, കാരണം ഇത് മാറ്റി പിടിക്കേണ്ട സീസൺ ആയ കാരണം ഫസ്റ്റ് തന്നെ ഞാൻ പോയാലോ. കാരണം ഞാൻ അവരെ ഓരോരുത്തരും നോക്കുമ്പോൾ എല്ലാവരും ഓരോ രീതിയിൽ പ്രശസ്തരായ ആൾക്കാരാണ്. ഞാൻ മാത്രമാണ് ഈ ഉണ്ട കൊണ്ട് വന്ന ആള്. അതും ഏഷ്യാനെറ്റിന്റെ ഒരു കാരുണ്യത്താലാണ്. അതായത് ഏഷ്യാനെറ്റ് ആ പ്രമോ കാര്യങ്ങളൊക്കെ ഇട്ട കാരണമാണ് എന്നെ നാലാൾക്കാർ മനസ്സിലാവാൻ തുടങ്ങിയത്. ഞാൻ ഇതിനു മുമ്പ് കുറേ പ്രോഗ്രാംസ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, കുറേ നാളായി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്നെ പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ മാത്രം കടമയായി മാറി. അവിടെ ഞാൻ എന്താണ് എന്ന് ഞാൻ തന്നെ പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നിലൊന്ന് മെച്ചമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ഞാൻ പറയട്ടെ, ഈ 19 പേരും കഴിവുള്ള ആൾക്കാരാണ്. ഞാൻ ചിന്തിച്ചത് എന്നെക്കാളും 100 മടങ്ങ് കഴിവുള്ള ആൾക്കാരാണ് എതിരെ നിൽക്കുന്ന. എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോ തോന്നുന്നത്, ഇപ്പൊ സാധാരണ ഞാൻ കളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പഴം വിഴുങ്ങിയ പോലെ കളിക്കാതെ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോരണ സമയത്ത് എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ചിലപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്തോ ചേട്ടൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും, എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നേനേം, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ അറിയാമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ല. കാരണം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയൂ അത് മുഴുവൻ ഞാൻ 7 ദിവസം കൊണ്ട് അവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. 100 ദിവസം നിൽക്കുന്ന കണ്ടന്റ് ഞാൻ 7 ദിവസം കൊണ്ട് ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്നാൽ എന്റെ കയ്യിൽ ഇനിയുണ്ട്, ആവനാടിയിൽ ഇനിയും അമ്പുകൾ കിടക്കാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് ബിഗ് ബോസിനോട് ഞാനൊരു ഹിന്റ് പോലെ പറയുന്നുണ്ടായിരുന്നു. കാരണം അടുത്തത് ഞാൻ പിടിക്കാൻ പോകുന്നത് ഹ്യൂമറാണ്. RJBB ഗ്രൂപ്പ്, കൈരികാട മക്കളെ. എന്റെ കളികള് നല്ല രീതിയിൽ ആദ്യത്തെ 3 ദിവസം നെഗറ്റീവ് സ്പ്രെഡ് ആണ് എനിക്കറിയാം. ഞാനൊരു പ്രേക്ഷകനായിട്ട് ഇരുന്നതാണ്. 5 സീസൺ ഞാൻ കണ്ട ആളാണ്. അപ്പൊ ഞാൻ പ്രേക്ഷകനായിട്ടിരിക്കുമ്പോൾ എനിക്കറിയാം പ്രേക്ഷകരുടെ പൾസ്. ആദ്യത്തെ 3 ദിവസം എനിക്ക് നെഗറ്റീവ് തന്നെയാണ് പുറത്ത് സ്പ്രെഡ് ആവുന്നത് എന്റെ മനസ്സിൽ ഉറപ്പായിട്ടും. ഞാൻ അവിടെ കാട്ടിക്കൊടു തന്നെ ഞാൻ പൂർണിമേനെ നോക്കിയിട്ട് ഇങ്ങനെ എപ്പോ നോക്കിയാലും ചൊറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പൂർണിമ എന്താ വിചാരിക്കും, ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഈ സാധനം പുറത്തായ മതി. അപ്പൊ ഞാൻ ആ 18 പേരുടെയും വെറുപ്പ് സമ്പാദിച്ചു. എനിക്ക് വെറുപ്പ് സമ്പാദിച്ചിട്ട് പിന്നെ ഞാനത് ഹ്യൂമറിലൂടെ ഇവരൊക്കെ എന്റെ കയ്യിലേക്ക് ആക്കാം. അവസരം കിട്ടി. ഞാൻ ജിൻഡുവിലൂടെയാണ് തുടങ്ങിയത്. അത് ജയിലിൽ പോയപ്പോ ജാൻമണിയായിട്ട് എനിക്ക് ആ ജയിലിൽ തന്നെ ജാൻമണിയായിട്ട് മുറുക്കുന്നത് ഞാൻ മനഃപൂർവ്വം ജാൻമണിയോട് പറഞ്ഞതാണ്. ശരിക്കും ജയിലിന്റെ പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല. ജാൻമണി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു പുറത്തേക്ക്. എന്നിട്ട് എന്റെ മുഖത്ത് കൂടി കരയാണ്. ഞാൻ പറഞ്ഞു, എന്തിനാ കരയണത്, കരയണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ ജാൻമണിയുടെ മുറുക്ക് ഭയങ്കര വൈറലായി തോന്നുന്നു. അതെ, ആ വീഡിയോ കണ്ടായിരുന്നു. എന്നിട്ട് പവർ റൂമിൽ പോയിട്ട് വാട്ട് ഈസ് മുറുക്ക് മുറുക്ക് എന്നൊക്കെ പറഞ്ഞു. അതെ അതെ. അപ്പൊ ഞാൻ ജാൻമണിയിൽ നിന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് ഇത് മുറുക്ക്. അപ്പൊ ഞാൻ അവിടെ 2 പേരെ എന്റെ ഇതിലേക്ക് ആക്കി. ജിൻഡോ എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് അത്രയും വലിയ ക്ലോസ് ആയി. ജയിലിലൂടെ അവിടെ ഒരുപാട് ഹ്യൂമറുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഉറുമ്പിനൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു ചില്ലറ പൈസ കുറവുള്ള പോലെയൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അതായത് ഉറുമ്പിനെ പിടിച്ച് തെറ്റരു എന്നൊക്കെ പറഞ്ഞു. അതെ. അപ്പൊ മുടിയനെ അത് കൂടെ പോകുമ്പോ ഞാൻ മുടിയനെ വിളിച്ചേടാ, മുടിയ എന്റെ തുത്തരു എന്റെ വൃത്തിയുടെ ഡാൻസ് പഠിപ്പിച്ചാടാ, ഒന്ന് പഠിപ്പിച്ചോടാ. അപ്പൊ മുടിയൻ നമ്മളിലേക്ക് വന്നു. അങ്ങനെ പോസിറ്റീവ് ഓരോരുത്തരായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കളികൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് ഇനിയിപ്പോ പുറത്ത് ആദ്യത്തെ 3 ദിവസം ഒരു നെഗറ്റീവ് ആണെങ്കിൽ പിന്നത്തെ 2 ദിവസം ഞാൻ കളികൾ മാറ്റി തുടങ്ങുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ടാവും എന്ന് എന്റെ മനസ്സിൽ. അല്ല, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുമ്പോൾ വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ ജയിലിൽ നമുക്കറിയായിരുന്നു. പക്ഷെ നമ്മൾ ഈ വോട്ട് ബാങ്ക് നോക്കിയിട്ടല്ല നമ്മളവിടെ
ഗെയിം കളിക്കുന്നത്. പിന്നെ ഞാൻ എന്താണ് ഔട്ടായത് എന്ന് ഞാൻ നോക്കിയപ്പോ, ഞാൻ പുറത്ത് വന്ന് ഞാൻ എടുത്ത് നോക്കിയപ്പോ, അല്ല അനലൈസ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത്, ഞാൻ ആദ്യത്തെ 3 ദിവസം നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് വോട്ട് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. അവസാനത്തെ 2 ദിവസമാണ്. ഈ 2 ദിവസം കൊണ്ടാണ് എനിക്ക് വോട്ടുകൾ കയറി തുടങ്ങിയത്. അപ്പൊ ഈ വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്ത കാരണമായിരിക്കാം ഞാൻ ഔട്ടായത്. എന്തായാലും ബിഗ് ബോസ് എനിക്ക് വലിയ വാതിലാണ് തുറന്നു തന്നത്. അപ്പോൾ ഈ വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു, അതൊന്നും നമ്മളവിടെ നോക്കില്ല. നമ്മളിപ്പോൾ വോട്ട് ബാങ്ക് അത് ഞാൻ ഇവിടെ വന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കാം ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ കളികൾ സ്ട്രെയിറ്റ് ആയിട്ട് വഴിക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. മനസ്സിലായില്ലേ? ഏട്ടൻ പറഞ്ഞല്ലേ? കണ്ടാ ആക്കിക്കോ, എത്ര വേണമെങ്കിലും ആക്കിക്കോ, ഞാൻ ഔട്ടായവനാ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. അല്ല ഞാൻ പറയട്ടെ, ഈ 7 ദിവസം കൊണ്ട് ഇപ്പൊ കുറെ പേര് എനിക്ക് ഫോൺ ചെയിനായിട്ട് ഇതുവരെ ഫോണുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ പറയുന്നത് എല്ലാവർക്കും എന്നെ തിരിച്ചു വേണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ അമ്മമാര് മോനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു എന്ന് പറയണു. പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നല്ല അഭിപ്രായം പറയണു. ചാനലുകാരും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു നിങ്ങൾ തിരിച്ചു വരാം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പം ഞാൻ റൈറ്റ് വേയിൽ തന്നെയായിരുന്നു. പക്ഷെ ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ ഇല്ലെങ്കിൽ 2ാമത്തെ ആഴ്ച എൻ്റെ വേറൊരു മുഖം, പുതിയ മുഖം. അതാണ് ഹ്യൂമർ, പക്ക ഹ്യൂമർ. ചേച്ചി ലൈവ് ഒക്കെ ഇരുന്ന് കണ്ടായിരുന്നോ ചേട്ടനുള്ള സമയത്ത്? ചേച്ചിക്ക് അതിനായിരുന്നു പണി. വേറെ പണി അപ്പൊ എന്താ ഒരു പണി എടുത്തിട്ടില്ല. എന്റെ അമ്മ പാവം പണി എടുത്തിരുന്നു, പണി എടുത്തിട്ടില്ല വെറുതെ ഞാൻ സോപ്പിട്ടതാ. ഇപ്പൊ ഞാൻ സത്യം പറയപ്പോഴും ഞാൻ ചൊറിയനായിട്ടുള്ള ഒരാളാണ്. അല്ല സത്യം പറഞ്ഞ ഞാൻ വന്നപ്പോ വിചാരിച്ചു കേട്ടാ, അയ്യോ ഭയങ്കര പാവാണല്ലോ, പിന്നെ എന്താ അവിടെ ഇത്ര ചൊറിയായിട്ട് നിന്നിരുന്നേന്ന്. ഞാൻ അവിടെ അങ്ങനെ ചൊറിയനായതാണ്. എന്റെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ചൊറിയനായിട്ട് ആളല്ല. എനിക്ക് അധിക കാലം ചൊറിയേണ്ടി നിൽക്കാൻ പറ്റില്ല. അവിടെ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന ആളാണ്. ഞാൻ നാട്ടില് നിങ്ങൾ ചോദിച്ചു നോക്കണം, ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ഇതുണ്ടെങ്കിലും ആർക്കും എന്തും എല്ലാത്തിനും എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരാളാണ് ഞാൻ. അമ്മ പറയുന്ന നാട്ടുകാരുടെ അമ്മായി എന്ന് പറയും, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ അവിടെ ഉണ്ടെങ്കിൽ നേരെ തിരിഞ്ഞേന്, അതായത് ഒരു പൊട്ടയിൽ നിന്ന് നല്ലതിലേക്ക് വന്നേന്. പക്ഷെ അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ 1ാം തമ്പുരാനായി മോളെ. ഫസ്റ്റ് തന്നെ ഞാനൊരു ബിഗ് ബോസ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പം ഇങ്ങനെ കാര്യം പോയിന്റ് ആയിട്ട് സംസാരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത്, കേറി ചെന്നപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം തന്നെ ഉണ്ടാക്കുന്ന ഒരു അടിയാണ് ജാൻമോണി സിഗരറ്റ് കത്തിച്ചു. പിറ്റേ ദിവസം ജാൻമോണി സ്റ്റവ് നിന്ന് സിഗരറ്റ് കത്തിച്ചു. അപ്പം ചേട്ടന് ഓൾറെഡി അറിയായിരുന്നു അത് റൂളിന് എഗെയിൻസ്റ്റ് ആണ് ആ പറയുന്ന സംഭവം എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്ന സംഭവം അതെ, മീൻസ് സ്റ്റൗന്ന് കത്തിക്കുന്ന റൂളിനെ എഗെയിൻസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലല്ല, അത് നമുക്കറിയായിരുന്നു. പക്ഷെ ചേട്ടൻ പറഞ്ഞു വന്നപ്പം പൊട്ടിത്തെറിക്കും, ആൾക്കാരുടെ ജീവൻ ആപത്താണ് അങ്ങനൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് എങ്ങനെ പറയേണ്ട ആവശ്യം എന്താന്ന് നമുക്ക് തോന്നിപ്പോയി. അരങ്ങേറ്റായിരുന്നു അത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹ്യൂമർ ചെയ്യാൻ അറിയാം, എനിക്ക് വയലൻസ് ചെയ്യാൻ അറിയാം, എനിക്ക് കരയാൻ അറിയാം, എനിക്ക് തമാശ പറയാൻ അറിയാം. എല്ലാം എനിക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമായിരുന്നു. അപ്പം ഞാനത് കുറച്ചൊരു ഓവർ ഡോസ് കൂട്ടി ഇട്ടത് തന്നെയാണ്. ഞാൻ ഫേക്ക് ആയിട്ടല്ല, എൻ്റെ ആവശ്യമായിരുന്നു. ഞാൻ എല്ലാത്തിനും പോകുന്ന ഒരാളാണ് എന്ന് പ്രേക്ഷകരെ ധരിപ്പിക്കേണ്ട എൻ്റെ ആവശ്യമായിരുന്നു. നിങ്ങൾ എൻ്റെ എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കാം. എൻ്റെ ഹ്യൂമർ കണ്ടില്ലേ? ഹ്യൂമർ കണ്ടു. എൻ്റെ വയലൻസ് കണ്ടില്ലേ? കണ്ടു. ഞാൻ ഭയങ്കരമായിട്ട് കരയുന്ന ഒരു സംഭവം കണ്ടു ഇല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഡാൻസ് ചെയ്യണ കണ്ടു, പാട്ട് ചെയ്യണ കണ്ടു. അപ്പൊ എന്നെ കൊണ്ട് എല്ലാം ഞാനൊരു BB മെറ്റീരിയൽ ആണെന്ന് ഞാൻ തന്നെ ഇനി ഞാൻ പറയട്ടെ, അത്രയും ഡോസേജ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, സമയത്ത് എനിക്കൊരു റേസ് വന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയൊരു ഇത് വന്ന. ഞാൻ ജാൻമണിയോട് സോറി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്, ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല. കാരണം ജാൻമണി എൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്, അത്രയും ക്ലോസ് ആണ്. ഞങ്ങൾ തമ്മിൽ വലിയൊരു കോംബോ ഒക്കെ വരാനിരിക്കുകയാണ്. അല്ലെങ്കിൽ ജാൻമണി എപ്പോൾ നോക്കില്ല റതീഷട്ടോ എന്നിട്ട് എൻ്റെ പിന്നാലെ കുട്ടി പാവം കുട്ടിയാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് ചെയ്തത്. എനിക്ക് ഇത്ര റേസ് ആവേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. പക്ഷെ ആ സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു വൈബ് അങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മള് മനസ്സിൽ വിചാരിച്ചതല്ല നമുക്ക് പുറമേക്ക്. നമ്മൾ കാണുമ്പോഴായാലും ജാൻമണി ഭയങ്കര നല്ല രീതിക്കാണ് രതീഷേട്ടൻ്റെ അടുത്ത് നിൽക്കണ്ടായിരുന്നു. നല്ല രീതിയാണോ? അല്ല, അങ്ങനല്ല, സ്വഭാവം വയസ്സ് നല്ല രീതിക്കാണ്. ഞാൻ പറയുന്നത് അല്ല, ജാൻമണി അങ്ങനെയല്ല. ജാൻമണിയുടെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാൻ ചൂടായത് മാത്രമാണ് നിങ്ങളെല്ലാവരും എടുത്ത് പറയുന്നുള്ളൂ.
അപ്പോഴും ജാൻമണിനെ അവിടെ സപ്പോർട്ട് ചെയ്യാണ്. എൻ്റെ പെങ്ങൾ അല്ല പറയണോ, എൻ്റെ പെങ്ങൾ കുട്ടിയെ സപ്പോർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ജാൻമണി എന്ത് കത്തിച്ചതാണ്, സിഗരറ്റ് അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നിങ്ങൾ എന്നെ മാത്രം കുറ്റം പറഞ്ഞത് ശരിയാണ്. അയ്യോ കുറ്റം പറഞ്ഞതല്ലേ അല്ല, ഞാൻ പറഞ്ഞതാ, ഞാൻ നിങ്ങളെയും കുറ്റം പറഞ്ഞതല്ല പൂർണിമ. ഞാൻ പറയുന്നത് എല്ലാ പ്രേക്ഷകരും എന്നിലേക്ക് തിരിഞ്ഞപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എന്റെ കാര്യം തെറ്റുണ്ട് ഞാൻ സമ്മതിക്കാം. രണ്ടു കൂട്ടരും തെറ്റുണ്ട് അല്ലേ? രണ്ടു ഹെൽത്ത് അങ്ങനെയൊക്കെ പറയില്ലേ? അതേപോലെ അല്ല, അത് ആ കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. ആ കുട്ടിയുടെ സ്വാതന്ത്ര്യം ഞാൻ കയറി ഇടപെടാൻ പാടില്ല. അത് ആ കുട്ടിയുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. അതൊന്നും എനിക്ക് വിഷയമേ അല്ല. പക്ഷെ എല്ലാരും ഞാൻ ചൂടായി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്തിനാണ് ചൂടായത് അല്ലേ? അത് എന്ത് ചെയ്തിട്ടാണ് ചൂടായത്? അത് ഒരു നിമിഷം ഒരു പ്രേക്ഷകനെയും ആലോചിക്കേണ്ടതായിരുന്നു അല്ലേ? അത് എനിക്ക് വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണ്. ഒരു നിമിഷമെങ്കിലും ഒരു പ്രേക്ഷകൻ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ പ്രേക്ഷകൻ അത് പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ ചൂടായി, അത് തെറ്റാണ്. പക്ഷെ അത് പറയാൻ പാടില്ല. എന്തിനാ ആ കുട്ടി നല്ല കുട്ടിയാണ്, പാവം, ഞാൻ അതൊക്കെ എടുത്തിടേണ്ട കാര്യമില്ല. അതങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്ത് പോവുമ്പോൾ ആ ഒരു പ്രവൃത്തിയും അത് ശരിയാണോ തെറ്റാണോ അതെങ്കിലും നിങ്ങൾ പറയണം അല്ലേ? അപ്പൊ അത് എന്നെ മാത്രം കുറ്റപ്പെടുത്തരുത്. ഞാൻ പറയട്ടെ, എനിക്ക് എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നതാണ് ഇഷ്ടം. എല്ലാ തെറ്റുകളും എൻ്റെ കയ്യിൽ തന്നെയാണ്. പക്ഷെ എൻ്റെ എതിരെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു വ്യൂ പോയിന്റ് നിങ്ങൾ ചിന്തിക്കണം. അവരെന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടായെന്ന് ചോദിക്കണം. അവരിപ്പോ നല്ല പ്രവൃത്തി ചെയ്തിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണേ പ്രോത്സാഹിപ്പിച്ചോളൂ. അപ്പൊ ആ ചോദ്യം വിട്ടു. അടുത്ത ചോദ്യം ഞാൻ പറയട്ടെ, ജാൻമണി എന്റെ സ്വന്തം പെങ്ങളെ പോലെ കേട്ടോ. എത്ര ഡീസന്റ് ആയിട്ടുള്ള ഒരു കുട്ടി. ഞാൻ പറയട്ടെ, ഞാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെ പാവത്തിന്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് കാണാലോ. എന്നെ രതീഷ് എത്ര പ്രശ്നങ്ങൾ ആ കുട്ടിയായിട്ട് അത്ര പ്രോബ്ലം ഉണ്ടായി, എന്നിട്ടും മനസ്സിൽ വെക്കാതെ. എന്റെ സ്വഭാവം ഞാൻ വല്ലവരുടെ തല്ലുകൂടി കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോൾ ഇപ്പൊ ഞാൻ ശരണ്യായിട്ട് ഞാൻ എന്തോ വാക്ക് തർക്കണേ, എന്നിട്ട് ശരണ്യ എൻ്റെ അടുത്ത് മിണ്ടാതെ പോകുമ്പോൾ ഞാൻ ശരണ്യ എൻ്റെ അടുത്ത് മിണ്ടാതെ പോകരുത്, അത് കഴിഞ്ഞു. അത് ലൈവില് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അത് കഴിഞ്ഞു. ഇനി എൻ്റെ അടുത്ത് മിണ്ടാതെ പോകരുത്, എനിക്ക് വിഷമമാണ്. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്നതാണ്. അപ്പോൾ സ്കൈ എന്ന് വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ശരണ്യ. അപ്പോൾ ശരണ്യ എനിക്ക് കുഴപ്പമില്ല രേഷേട്ടാ, ഞാൻ ആ പ്രശ്നങ്ങളൊക്കെ അപ്പനെ തീർക്കുന്ന ആളാണ്. ജാൻമണി എൻ്റെ സ്വന്തം സഹോദരി പോലെയാണ്. ഞങ്ങൾ നമ്മളെ കോംബോ ഒക്കെ നിങ്ങൾ കാണേണ്ടതായിരുന്നു. ഞങ്ങൾ എന്തോരം പ്ലാൻ ചെയ്തെന്നറിയോ? അതേപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പാട്ട് പാടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ രണ്ടാമത്തെ ആഴ്ച ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ പാട്ട് പാടി ഡാൻസ് കളിക്കണം, അങ്ങനെ കുറെ ഗെയിം കളിച്ച് മതിയായാലും കൂട്ടാ. കളിക്കണം ആഗ്രഹം ഉണ്ടെന്ന്. ഞാൻ വളരെ എനിക്ക് ടൈം കിട്ടിയില്ല. അതാണ്, എനിക്ക് കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ടൈം കിട്ടാത്തൊരു കണ്ടീഷൻ ഉണ്ടായി. പക്ഷെ എനിക്കതിൽ വേദനയൊന്നുമില്ല. കാരണം എന്നെക്കൊണ്ടാവുന്ന വിധം പ്രേക്ഷകരെ ഏത് രീതിയിലായാലും ഞാൻ എൻ്റെ എപ്പിസോഡ്സ് ഞാൻ ആദ്യത്തെ 3-4 ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് വൈഫ് നിർബന്ധിച്ചാണ് ഞാൻ കണ്ടത്. ഞാൻ നോക്കുമ്പോൾ ഒരാഴ്ച ഫുള്ള് എൻ്റെ മാത്രം അപ്പൊ ഞാൻ അവിടെ ബുദ്ധി വെച്ച് ചെയ്തത്, ഞാൻ ബ്രെയിൻ വെച്ച് ഞാൻ ചെയ്തതാണ്. കാരണം എന്നെ കാണിക്കണം, എന്നെ പ്രേക്ഷകർ കാണണം. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി, ഞാൻ തന്നെ ഗെയിം കളിച്ച്, ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി, ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് ഞാൻ അവിടെ ചെയ്തത്. അപ്പൊ ഞാൻ ചിന്തിച്ചത് കറക്റ്റാണ്. എൻ്റെ ഇതിലുണ്ടായിരുന്നു ഇത് കാണിക്കാതെ പോകാൻ പറ്റില്ല, ഇത് കാണിക്കും എന്ന് വിചാരിച്ചിട്ട് കളിച്ച ഗെയിമുകളാണ് അതൊക്കെ. അതൊക്കെ വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരാഴ്ച ഫുള്ള് ഞാൻ തന്നെയുള്ളൂ. നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്തായാലും ഞാൻ തന്നെയുള്ളൂ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ ചേട്ടന്മാർ, മൂത്ത ചേട്ടൻ ഗിരിയേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ അപ്പുട്ടേട്ടൻ ബാംഗ്ലൂരാണ്. അപ്പുട്ടേട്ടൻ ഫോട്ടോ എങ്കിലും കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പുട്ടേട്ടൻ പറഞ്ഞിട്ട് എന്നെ എവിടെയും പറയില്ല എന്നൊക്കെ പറയുന്നത്. ആൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം, അതൊന്ന് കാണിക്കണം കേട്ടോ. എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ അപ്പുട്ടേട്ടൻ. ഓക്കെ. അപ്പോൾ ചേട്ടന്മാർ രണ്ടുപേരും എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് സല്യൂട്ട് ചെയ്തു. ബിഗ് ബോസ് എന്നെ ആദ്യമായിട്ട് എവിക്ട് ചെയ്ത ആളാണ് ഞാൻ. എന്നെ സല്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിവിടാൻ സ്ഥലത്ത് എന്ത് ഞാൻ ചെയ്തു കഴിഞ്ഞാലും അതിനെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ് ചേട്ടന്മാർ. പക്ഷെ ആ ചേട്ടന്മാർ എന്നെ എടാ നിന്റെ കളികൾ കറക്റ്റായിരുന്നു, നീ കറക്റ്റായിട്ട് കളിച്ചു, ബാക്കി ഇപ്പൊ എന്താ ചെയ്യാ, കുഴപ്പമില്ല. ഇപ്പൊ തോന്നുന്നുണ്ടോ ഇപ്പൊ ചേട്ടൻ പുറത്തേക്ക് വന്നിപ്പോ അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു അവരൊക്കെ വിചാരിച്ചാൽ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. അല്ല ഇപ്പത്തെ എപ്പിസോഡ് എപ്പിസോഡ് കണ്ടതിലൊന്നും അവര് റൈറ്റ് ട്രാക്കിൽ അവരെന്താ പറയുക, അവര് സ്ലോ ആയിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആളാണ്. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ താൻ പറഞ്ഞില്ലേ 3 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി എന്നുള്ളത്. അവര് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി.
അവർ ഭയങ്കര ഹൈലി കോൺഫിഡൻസ് ആണ് അവർക്ക്. ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന കോൺഫിഡൻസ് ആണ്. എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ പുറത്തേക്ക് പോകുമെന്ന് പേടിച്ചിട്ട് നിങ്ങളിലേക്ക്. അത് കാരണമാണ് എനിക്കൊരു എനിക്കറിയില്ല, തരംഗം സൃഷ്ടിച്ചു എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. താനും വന്നപ്പോൾ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് അതെ. എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു BB ചരിത്രത്തിൽ ഒരാഴ്ച കൊണ്ട് ഇത്രയും കണ്ടന്റുകൾ ഉണ്ടാക്കി ആരും ഇല്ല എന്നൊക്കെ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല. എൻ്റെ മുമ്പിൽ ഞാൻ അവരെക്കാട്ടിൽ ഏറ്റവും താഴ്ന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഞാൻ ആരാണെന്ന് പ്രേക്ഷകർക്കും BBക്കും തെളിയിച്ചു കൊടുക്കണം. അത് ഞാൻ തെളിയിക്കണം. ഇപ്പോൾ ആൾക്കാർ എല്ലാവരും ഇപ്പോൾ എന്നെ തിരിച്ചു കൊണ്ടുവരണം, അതുകൊണ്ട് ഇതെന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ അവിടെ പഴം വിഴുങ്ങിയ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ടിരുന്ന പറയും, നീ ഇരിക്കണ്ട, നീ അവിടെ തന്നെ ഇരുന്നാൽ നീ വരണ്ടെന്ന് പറയും. എല്ലാവരും തിരിച്ചുകൊണ്ടിരുന്ന് പറയുന്നത് ഇതാണ് കാര്യം. ഞാൻ ചേച്ചിയോട് ചോദിക്കണം, ചേച്ചിയോട് ചോദിക്കണം. അതല്ല, അത് ഒരു എപ്പിസോഡിൽ ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായില്ലേ? കാരണം ജാൻമണി വന്ന് ഹഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ലൈവ് ഇരുന്ന് കണ്ട ആളാ ഞാൻ, പക്ഷെ ലൈവിൽ കണ്ട പോലെ അല്ല എപ്പിസോഡിൽ കറക്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ അതിൽ കാണുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്നെ കെട്ടിപ്പിടിച്ചോളൂ, പക്ഷെ ജാൻമണി മാത്രം കെട്ടിപ്പിടിക്കരുത് എന്നൊരു അതാണ് ജാൻമണി അതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് എന്നെ ഹഗ് ചെയ്യുമ്പോഴാണ് എനിക്ക് പ്രശ്നമുള്ളൂ പറഞ്ഞത്. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് ഞാൻ പറയട്ടെ. ജാൻമണിയുടെ വർത്തമാനം എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ജാൻമണി വർത്താനം പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പാവം ആ കുട്ടി റതീഷേട്ടാ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവില്ല. ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ട് എനിക്ക്. കാരണം ആ കുട്ടി പറഞ്ഞു. അപ്പൊ ഞാൻ എന്തറിയോ, അതെന്റെ തെറ്റാണ്. ജാൻമണിയുടെ പോക്ക് ഞാനത് ലവ് ട്രാക്ക് പോലെയാണോ എനിക്ക് ശരിക്കും തോന്നിയതാണ്. പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറയുന്നത് തലേ ദിവസം ജാൻമണി ഓരോ കാര്യങ്ങൾ എന്നെ വിളിച്ച് കളിയാക്കുമ്പോഴും എന്റെ പിന്നാലെ ഓടി വരുമ്പോഴും എന്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോഴും പിന്നെ അമ്മു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയുമ്പോഴും ആ കുട്ടി പറയുന്നത് എന്നെ സഹോദര തുല്യനായിട്ട് കരുതിയിട്ടാണ് പറയുന്നത്. ഞാനത് തെറ്റിദ്ധരിച്ചു പോയി. ഞാനൊരു മനുഷ്യനല്ലേ, ഞാനത് അറിയാതെ ആ കുട്ടിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ആ കുട്ടി എന്നെ സഹോദരനെ പോലെ കരുതി ജെന്യൂനായിട്ട് ആ കുട്ടിയുടെ. പക്ഷെ ആ കുട്ടിയുടെ സംസാരങ്ങൾ ചിലതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഞാനെന്താ പറയുക, ഇത് ഇങ്ങനെ ട്രാക്ക് ഇങ്ങനെ ലവ് ട്രാക്കിലേക്കാണോ പോണത്? അത് എനിക്ക് അത് കാരണമാണ് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ എൻ്റെ പെങ്ങന്മാരെ പോലെയാണ് ഞാൻ കാണുന്നത്. ആ നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല. പക്ഷെ ആ കുട്ടിയുടെ ഇന്റൻഷൻ ആ പറഞ്ഞ കാര്യം വെച്ചിട്ട് എന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കംപ്ലൈന്റ്. പക്ഷെ ആ കുട്ടി പറഞ്ഞത് രതീഷേട്ടാ റതീഷേട്ടാ ഞാൻ ഒരു സഹോദരനെ പോലെ കണ്ടെടുക്കണം റതീഷേട്ടാ എന്ന് പറഞ്ഞപ്പോ മോളെ നീ എത്ര വേണേലും കെട്ടിപ്പിടിച്ചോളൂ പറഞ്ഞു. എന്നിട്ട് ഞാൻ ജാൻമണിയോട് പറയുകയും ചെയ്തു. അത് ലൈവിൽ വന്നോ എന്ന് എനിക്കറിയില്ല. ജാൻമണിയോട് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും എന്നെ എങ്ങനെയാണോ കെട്ടിപ്പിടിച്ചത് അതേപോലെ എല്ലാ ദിവസവും കെട്ടിപ്പിടിക്കുന്നു പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ജാൻമണി കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്റെ തെറ്റാണ്. ജാൻമണിക്ക് അത് മനസ്സിലായി, എനിക്കും മനസ്സിലായി. ജാൻമണിക്കും വിഷയമില്ല, എനിക്കും വിഷയമില്ല. വിഷയമുണ്ടല്ലോ. ഈ എപ്പിസോഡ് പുറത്തേക്ക് വന്നപ്പം അങ്ങനെയാണ് ഈ കണ്ടന്റ് പോയത്. എന്തുകൊണ്ട് ജാൻമണിനെ മാത്രം പറഞ്ഞു? അല്ല, ഞാൻ അതിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ജാൻമണി പറയുന്ന കാര്യങ്ങളിൽ ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നില്ല. ജാൻമണി ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതൊരു വേറെ ട്രാക്കിലേക്ക് മൂവ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ജാൻമണി സഹോദരനായിട്ടാണ് ഞാൻ പറഞ്ഞ അന്ന് മുതൽ ഞാൻ വരുമ്പോ ജാൻമണി ഹഗ് ചെയ്തിട്ടാണ് വന്നത്. നിങ്ങൾ കണ്ടില്ലേ? ജാൻമണി എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് കേട്ടു, റതീഷേട്ടൻ പൂവില്ലേ റതീഷേട്ടൻ തിരിച്ചു വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ജാൻമണിയായിട്ട് അത്രയും ഭയങ്കര ക്ലോസ് ആണ്. ജാൻമണി അത് വിട്ടു. ജാൻമണി എന്റെ പോലെയാ. അല്ല, ഇത് കണ്ടപ്പം ചേച്ചിക്ക് എന്താ തോന്നിയത് പെട്ടെന്ന്? രതീഷേട്ടൻ വിചാരിച്ച പോലെ തന്നെയാണോ ചേച്ചി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ണേട്ടൻ അവിടെ നടക്കണ വേറെ കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ഫുള്ള് ലൈവ് കാരണമാണ് നമുക്കറിയാം. അതൊരു തമാശ രീതിയിലാണ് പോയതെന്ന് നമുക്കറിയാം. നമ്മളൊക്കെ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നതായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞോളൂ, അതിന് വേണ്ടിയിട്ട് ഞാൻ കോംബോ ഉണ്ടാക്കില്ല. ആ കോംബോ വരണം. അല്ലാതെ ഞാൻ ഇതിന് വേണ്ടി ഞാൻ എൻ്റെ തെറ്റുകാരനെ മാറ്റാൻ വേണ്ടിയിട്ടൊന്നും രതീഷ് കുമാറിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ജെന്യൂനായിട്ട് പോകുന്ന ഒരാളാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ആളാണ് ഞാൻ. എന്തെങ്കിലും ഒരാൾക്കാർ അവിടെ ഗെയിം ഉണ്ടാക്കി കഴിഞ്ഞാൽ, കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കയറി ഞാൻ തല ഇടാറില്ല. കാരണം എനിക്ക് ഇഷ്ടംപോലെ കണ്ടന്റുകൾ ഉണ്ടാക്കി എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മുടെ ജിൻഡപ്പൻ അവിടെ രാത്രി കടന്ന് ഒരു ഗെയിം ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ 2 കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും വന്ന് നിന്നപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത്, അവനവിടെ പണിയെടുക്കുകയാണ്, അവനവിടെ പണിയെടുക്കേണ്ട ഇടയിൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി വരില്ല. ആ പാവം മഞ്ഞത്ത് കിടക്കുക, നിങ്ങളൊന്ന് മാറി കൊടുക്കുക, അവൻ ഒറ്റയ്ക്ക് കിടന്നോട്ടെ, ആ സ്ക്രീൻ സ്പേസ് അവന് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ തമാശയ്ക്ക് പറയുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് വേറെ ആളുടെ കണ്ടന്റിലേക്ക് ഞാൻ കയറിയിട്ട് ഇടപെടാറില്ല. ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യണം പതിവ്. അല്ല, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാഡായിട്ടൊന്നും എടുക്കണ്ട, നമ്മുടെ ബാഡായിട്ട് എടുക്കൂട്ടാ ചോദ്യം, ബാഡാണെന്ന് ചോദിക്കണ്ട. കഴിഞ്ഞ സീസണില് ഭയങ്കര ഒരു വോക്ക് ഓഫ് എന്നിട്ട് ഭയങ്കര ഒരു
തരംഗം പോലെയായിരുന്നു ജാസ്മിന്റെ വോക്ക് ഓഫ് ഉണ്ടായിരുന്നത്. ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ അപ്പൊ അല്ല ഞാൻ വിചാരിച്ചു അതേപോലെ പ്രതീക്ഷിച്ചിട്ടാണോ ഞാൻ ചേട്ടൻ എന്താ പറയുക, ചെയ്തത്? ഒന്നാമത്തെ കാര്യം അവിടെ ആ ടോക്ക് അവസാനിപ്പിക്കാൻ എന്റെ മുമ്പിൽ വേറൊരു വഴിയില്ല. ആ ടോക്ക് ഇവരെല്ലാവരും കൂടി എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അറ്റാക്ക് ചെയ്യുന്നതിന് ഒരു പേടിയില്ലാത്ത മനുഷ്യനാണ് ഞാൻ. എന്ത് വന്നാലും ഞാൻ പറയട്ടെ, ഞാൻ സെന്റിമെന്റൽ ആവും. കുടുംബത്തിന്റെ കാര്യം പറഞ്ഞ് മാത്രമേ ഞാൻ സെന്റിമെന്റൽ ആവുള്ളൂ. കുടുംബത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആവും. അത് ഞാൻ അവിടെ പറഞ്ഞു കളിച്ച ഒരാളാണ്. ഞാൻ അവിടെ ഓരോ ഗെയിമും കളിക്കുന്നത് പറഞ്ഞിട്ടാണ് ഞാൻ കളിക്കാറ്, പറയാതെ കളിക്കാറില്ല. പറഞ്ഞ് കളിക്കേണ്ട കാര്യമില്ല, പക്ഷെ എൻ്റെ കോൺഫിഡൻസ് ആണ് ഞാനത് പറഞ്ഞു കളിക്കുന്നു. ഞാൻ പറഞ്ഞു കുടുംബത്തിന്റെ കാര്യം ഇട്ടിട്ടാൽ മാത്രമാണ് ഞാൻ ട്രിഗർ ആവുള്ളൂ, അല്ലെങ്കിൽ എന്നെ ട്രിഗർ ആക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് ഈ 18 പേരും എൻ്റെ നേർക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. ശരിക്കും പറഞ്ഞ ഞാൻ പറഞ്ഞു നോക്കൂ, ശരിക്കും പറഞ്ഞ കൺഫെഷൻ റൂമിന്റെ ഉള്ളിൽ കൂടെ പോവുക. നമുക്ക് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എനിക്ക് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കൺഫെഷൻ റൂമിൽ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് അതിന്റെ റൂട്ട്. എനിക്കറിയാം എത്ര തട്ടിയാലും ബിഗ് ബോസ് അത് തുറക്കില്ല. ഞാൻ വേണച്ചിട്ട് ഇരുന്നതാണ്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇത് പ്രൊമോ പോവും, ഇത് വലിയ കണ്ടന്റ് ആയിട്ട് ഇത് മുഴുവൻ വലിയ സംഭവം. ഞാൻ റിസ്ക് എടുത്ത് ചെയ്ത. ഇനി ഞാൻ പറയാം, ലാലേട്ടൻ അടുത്ത് ചോദിച്ചു തുറന്നിരുന്നെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന്. തുറന്നിരുന്നെങ്കിൽ എനിക്ക് പോയേ പറ്റൂ. ഞാൻ ഈ വക കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. തുറക്കില്ല എന്ന് എൻ്റെ കോൺഫിഡൻസ് ആണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് ബിഗ് ബോസ് തുറക്കല്ലേട്ടാ, ഞാൻ ഗെയിം കളിച്ചേട്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബിഗ് ബോസ് തുറക്കും. അതല്ലേ കോമഡി, നമ്മളിങ്ങനെ വോക്ക് ഓഫ് ചെയ്ത് പോകുമ്പോൾ മറ്റുള്ളവർ മൈൻഡ് ചെയ്യുന്നു വിചാരിച്ചു. ഇവരാരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അതേപോലെ ഗബ്രി വന്നിട്ട് സംസാരിക്കുമ്പോ ഓക്കെ ചേട്ടാ പൂവല്ലേ എന്ന് പറയാനാ വരുന്നത്. പക്ഷെ ഗബ്രി നേരെ വന്നിട്ട് പറഞ്ഞു ചേട്ടാ അവിടെ നിൽക്കണ്ട, വെയിലത്തിന് കുറച്ച് മാറി തുറക്കുമ്പോ പോവാ എന്നാണ് ഗബ്രി പറഞ്ഞത്. അവൻ നാവ് പഴിച്ചതാണ്. അവൻ പറഞ്ഞു ചേട്ടാ അവിടെ ഇരിക്കാതെ കുറച്ച് വെയിലത്ത് തണലത്ത് ചെന്ന് ഇരിക്കാനാണ് അവൻ ഉദ്ദേശിച്ചത്, വെയിലത്ത് ഇരിക്കാന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ പോലും എന്നെ മൈൻഡ് ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് അതാ വേണ്ടത്. ആ ടോക്ക് ഉണ്ടല്ലോ, എന്നെ അറ്റാക്ക് ചെയ്യുന്ന സാധനം ഒഴിവാക്കാൻ എനിക്ക് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പിടിക്കാൻ നോക്കിയായിരുന്നു അതിന്റെ ഉള്ളിൽ. ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പിടിച്ചതല്ല അത്. നിങ്ങൾ എല്ലാവരും വിചാരിച്ചത് അങ്ങനെയാണ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി. ഞാൻ ഈ ചൊറി എല്ലാവരും ചെന്ന് ചൊറിഞ്ഞിട്ടുണ്ട്. പൂർണിമ ഇപ്പൊ അവിടെ ഉണ്ടെങ്കിൽ പൂർണിമ എനിക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. വെറുതെ ചെന്നിട്ട് ചൊറിയുമ്പോൾ പൂർണിമയ്ക്ക് എന്നോട് ദേഷ്യം വരില്ലേ. ഞാൻ അവിടെ ഓരോരുത്തർ ഞാൻ ആ കൂടിയിട്ട് ഗെയിം കളിക്കാത്ത ഇരുന്നത് അപ്സരയോട് മാത്രമേ ഉള്ളൂ. അപ്സര കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്കറിയാം. അത് കാരണം ഞാൻ അപ്സരയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്സരയുടെ കണ്ണിൽ നോക്കിയിട്ട് കണ്ണ് ഭയങ്കര ഷാർപ്പായിരുന്നു. അപ്സര കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ്, ബുദ്ധി വെച്ച് ഭയങ്കരമായിട്ട് ബ്രെയിൻ വെച്ചിട്ട് കളിക്കുന്ന ഒരാളാണ് അപ്സര. ഞാൻ അപ്സരയുടെ അടുത്ത് ഗെയിം കളിക്കാൻ പോയിട്ടില്ലല്ലോ. അപ്സരയുടെ അടുത്ത് ആദ്യമായിട്ട് ഗെയിം കളിക്കാൻ പോയാൽ ഞാൻ പരാജിതനാവുമെന്ന് എനിക്കറിയാം. എന്നെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പം എന്നിട്ടും ഞാൻ ബാഗ് എടുത്ത് പോയി ഇവർ തുറക്കണ കാണാനില്ല, തുറക്കില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. അത് ഞാൻ അപ്പുറത്ത് പോയിട്ട് കടന്നുറങ്ങി. ഞാനത് വാശി പോലെ തീർത്താണ് ഇവരോടൊക്കെ കടക്കട പോട്ടെ ഇങ്ങോട്ട് പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പോലെ തീർത്തു. എന്നിട്ട് അപ്സരയും അർജുനും കൂടിയിട്ട് എന്നെ വന്നിട്ട് വിളിച്ചു. അപ്പൊ ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ ശരി നിങ്ങൾ വിളിക്കാനായി ഞാൻ വരാൻ. അതെ. അപ്പൊ അക്ഷര അയ്യേ രജിച്ചേട്ടാ കൂയിക്കോ. അപ്സരയ്ക്ക് എന്നെ ഞങ്ങള് അടുത്താഴ്ച ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞാൻ അപ്സരയൊക്കെ നല്ല ഒരു കൂട്ടായി മാറിയാണ്. അപ്സര എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. അപ്സര നല്ലൊരു കുട്ടിയാണ്. അവിടെ ഉള്ള എല്ലാവരും നല്ല കുട്ടികളാണ്. പക്ഷെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഇപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നപ്പോൾ ഞാൻ ലാസ്റ്റ് എവിക്റ്റ് ആയിട്ടുള്ള എപ്പിസോഡ് വന്നപ്പോൾ ഞാൻ വേറൊരു ഷർട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുണ്ടിന് ദേഷ്യം മുണ്ടിന് ഈ ഷർട്ട് ചർച്ചയില്ല, വേറെ ഷർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഷർട്ട് ആ കുട്ടി അത് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ കുട്ടി അത് അത്രയും ഒരു നമ്മളായിട്ട് അങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ അപ്സരയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തോറ്റുപോകുന്ന പേടിച്ചിട്ടാണ് ഞാൻ അപ്സരയോട് ഗെയിം കളിക്കാത്തത്. എനിക്കത് പറയണതിന് യാതൊരു കുഴപ്പമില്ല. അപ്സര സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. അപ്സര ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ ഒരു റാപ്പിഡ് ഫയർ പോലെ ഞാൻ പറയണം. അപ്പൊ 2 വാക്കിലെ അതിന്റെ ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കണം. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും പറയാട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള നമുക്കറിയാം, പക്ഷെ ഇതുവരെ കളിച്ചതില് ഏറ്റവും സ്ട്രോങ് ആയിട്ട് അവൻ കപ്പടിക്കും എന്ന് തോന്നിയ ഒരു ആളാരാ? ഒരാളുടെ പേര് പറയില്ല. എല്ലാവരും നല്ല ആൾക്കാരാണ്. എല്ലാവരും സ്റ്റഫുള്ള ആൾക്കാരാണ്. എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണ്. ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ കഴിവുള്ള ആൾക്കാരാണ്. അപ്പൊ അത് ആദ്യം ഞാൻ പുറത്തായെന്ന് വെച്ചാൽ ഞാൻ കഴിവില്ലാത്തവനല്ല. ഞാൻ എന്ന് ഈ 19 പേര് ആ ബിഗ് ബോസിന്റെ കാല് കുത്തിയോ ഈ 19 പേരും വിൻ ചെയ്ത ആൾക്കാർ തന്നെയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ കാല് കുത്താനൊന്നും എളുപ്പത്തിൽ സാധിക്കില്ല. അതും വൈൽഡ് കാർഡ് പോലും അല്ല, നമ്മൾ ഏറ്റവും ആദ്യം കാല് കുത്തിയ ആൾക്കാരാണ്. എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. പിന്നെ കുറെ ഒരു 19 പേര് കഴിവുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരാളെ വീക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും സ്ട്രോങ് ആണ്. എല്ലാവരും സ്ട്രോങ് ആണ്. ഇനി സത്യം പറയണേ, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നോ? ആരായിരുന്നു? ജിൻഡോ. ആണ് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ അത് പുറത്ത് കണ്ടപ്പോ? അതെന്തുകൊണ്ടാ? എനിക്ക് അവനൊരു കൂടപ്പുറപ്പ് പോലെയാണ്. ഭയങ്കര പാവം തോന്നണല്ലേ. ഞാൻ അവന്റെ ഉള്ളിലെ ഹ്യൂമർ കണ്ടുപിടിച്ച ഞാനാണ്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഹ്യൂമർ അത് ഫസ്റ്റ് വീക്കില് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ ഈ വീക്കില് ഭയങ്കരമായിട്ട് സെലക്ഷൻ കറക്റ്റ് ആയിരുന്നു.
ഞാൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന്. ഞാൻ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ ഏഷ്യാന്റെ പ്രമോ കിട്ടുണ്ടായിരുന്നു ഈ പോർക്കളത്തിൽ മല്ലയ്യ ഒറ്റയ്ക്കോ. മല്ലയ്യ ഞാനിട്ടതാണ്. മല്ലയ്യ എന്നുള്ള പേര് ജിൻഡപ്പൻ ഞാനിട്ടതാണ്. ഞാൻ സ്നേഹം കൂടുമ്പോൾ അവനെ ജിൻഡപ്പൻ എന്നാ വിളിക്കുക, മല്ലയ്യ എന്ന് വിളിക്കും. ആ പേര് ഞാൻ ഇട്ടതാണ്. അത് ഏഷ്യാനിൽ പ്രമോ ആയിട്ട് ഈ പോർക്കളത്തിൽ മല്ലയ്യ ഒറ്റയ്ക്കോ അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ കണ്ടെത്തിയ അവൻ നിഷ്കളങ്കനാണ്, അത് എന്റെ കണ്ടെത്തലാണ്. അത് ഞാൻ പോന്നപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞ ആൾ അവനാണ്. എന്നെ തിരിച്ചെടുക്കണം. അപ്പൊ ഞാനത് എനിക്ക് ജിൻഡപ്പനെ മുമ്പ് പരിചയമൊന്നുമില്ല, എനിക്ക് അവിടെ ചെന്നിട്ടുള്ള പരിചയമാണ്. അതാ അങ്ങനെ ഞാൻ അവനെ കൂട്ടുകാരനാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ ഫ്രണ്ട് ആയത് ഫസ്റ്റ് ദിവസം റോക്കി ഞാനും തമ്മിലാണ് ഭയങ്കര കൂട്ടായത്. പക്ഷെ റോക്കി ഞാനും തമ്മിൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പൊ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് വന്നു പോയതാണ്. ജയിലിലോട് കൂടിയിട്ട് ഞങ്ങൾ പിന്നെ ഭയങ്കര ക്ലോസ് ആയി. എന്തോ എനിക്ക് അവനെ പിന്നെ അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഹ്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഞാനാണ്. ഞാനൊരു അവനോട് പറയാ നീ സീരിയസ് ആയിട്ട് പറയാം, പക്ഷെ എനിക്കത് ചിരി കോമഡി. ഞാൻ അങ്ങനെ അതേപോലെ അവന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് തല്ലുകൂടിയുണ്ട്. തല്ലൂട്ടെന്ന് പറഞ്ഞാൽ പോരാ, എക്സ്ട്രീം എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് നീ നിന്റെ തടിയും വെച്ച് നീ എന്നെ തല്ലും, നീ വാ നിന്നെ പേടിച്ചിട്ട് ഞാൻ ഭയങ്കര. അത് കഴിഞ്ഞിട്ട് അവൻ അറിയോ കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ അവൻ വന്നിട്ട് എന്നെ വായിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് പിണങ്ങി പുറത്തിരുന്നപ്പോൾ അവൻ പിടിച്ചിട്ട് വന്നിട്ട് നിനക്ക് ദോശ വേണം, എനിക്ക് ദോശ വേണ്ട, എന്നാൽ നിന്റെ ദോശ ഞാൻ എടുത്തോട്ടെ. മറ്റേ സിനിമയിൽ സത്യമായിട്ടതുണ്ട്. അത് അവൻ അനുകരിച്ചതല്ല. അവനോട് നീ എടുത്തോന്ന് പറഞ്ഞു, എന്നാൽ നീ എനിക്ക് മേടിച്ചതാന്ന് പറഞ്ഞു. അത് അവന്റെ ഐഡിയ ആയിരുന്നു. ഇതൊക്കെ ഉണ്ടായതാണ്, ഉണ്ടാക്കിയതല്ല. അത് സ്നേഹം ഉണ്ടാവുന്നതാണ്. നമ്മളിപ്പോ സ്നേഹം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് അങ്ങനെ വഴിയെ വന്നതാണ്. ഇപ്പോൾ എൻ്റെ മല്ലയ്യ എൻ്റെ എല്ലാമാണ്. ഒരു 7 ദിവസം കൊണ്ട് ഞാനായിട്ട് അത്രയും അടുത്ത ഒരാളാണ്. അപ്പോൾ ജിൻഡപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹൃദയമാണ്. ഞാൻ തുറന്നു പറയും. അവൻ പിന്നെ ഞാൻ പറയട്ടെ, അവൻ നല്ല ബുദ്ധിയുള്ള ആളാണ്. അവൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ്റെ അടുത്ത് നല്ല ഗെയിമറാണ്. പിന്നെ ഇപ്പം ഭയങ്കര പ്രശ്നമായിട്ട് നടക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കി സിജോ തമ്മിലൊരു ഇഷ്യൂ ആണ്. അപ്പം അവർ തമ്മിൽ എന്തൊക്കെയോ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവണു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പിന്നെ കാണുന്നത് റോക്കി നല്ലൊരു അടി സിജോന് കൊടുക്കുക. അതും നമ്മളൊരു ഉന്തും തള്ളും ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ അല്ല, അത് വേണം വെച്ചിട്ട് നല്ല അടിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം സിജോന്റെ പല്ലിന് പ്രശ്നമാവണു, ഇവിടൊക്കെ വീങ്ങിയൊക്കെ ആവണു. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ രതീഷേട്ടൻ ഹൗസിലുള്ള സമയത്താണ് നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ രതീഷേട്ടൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവുക? ഞാൻ അടിക്കൊന്നുമില്ല. അങ്ങനല്ല, രതീഷേട്ടൻ കണ്ടോണ്ട് നിൽക്കുവാണ് ഇവർ തമ്മിൽ ഇങ്ങനെ അടി കൊടുക്കുന്നത്. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ അടുത്തൊന്നും മാറില്ല, ഞാൻ ഡെയിലി കയറി നിൽക്കും. പാടില്ല ശരിക്കും. എല്ലാരും പറയാ ഇടയിൽ കയറി നിൽക്കണ്ട, അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഇടയിൽ നിൽക്കണ്ട, ചെയ്യട്ടെ. അവര് ഈ നമ്മൾ പറയട്ടെ, നമ്മളെല്ലാരും ഗെയിമേഴ്സ് അല്ലേ. നമ്മൾ ഒരാൾ പുറത്ത് ഇപ്പൊ പൂർണിമ അവിടെ വന്നു കഴിഞ്ഞാലേ, പൂർണിമ ഇപ്പോൾ അച്ചുമായിട്ട് അടി കൂടാന്ന് വിചാരിക്കുക, നിങ്ങൾ തമ്മിൽ അടി കൂടിക്കോട്ടെ എന്ന് വിചാരിക്കുള്ളൂ. അപ്പൊ പല ആൾക്കാരും പറയാ ഇടയിൽ കയറണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും പറഞ്ഞ് മാറി നിൽക്കാറാണ് പതിവ്. പക്ഷെ എൻ്റെ സ്വഭാവം അതല്ല. ഞാൻ പറയട്ടെ, റോക്കി ഞാനും തമ്മിൽ ഫസ്റ്റ് ഫൈറ്റ് ഉണ്ടാവുന്നത് ആദ്യം അത് ഗബ്രിയായിട്ടാണ് ഫൈറ്റ് ഉണ്ടായത്. ഗബ്രി നിങ്ങൾ ഓർമ്മയുണ്ടാവും, ബോളിന്റെ ടാസ്ക് ഉണ്ടായിരുന്നില്ലേ, ക്യാപ്റ്റൻസി ടാസ്ക്. ഗബ്രിയായിട്ട് ഫൈറ്റ് എന്തായതാ, ഞാൻ അതിന്റെ ഇടയിൽ കയറി നിന്ന് ഗബ്രീനെ മാറ്റി പിന്നെ ഞങ്ങൾ തമ്മിലായി ഫൈറ്റ്. എനിക്ക് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പം എൻ്റെ അമ്മ എപ്പോഴും ചീത്ത പറയണം, നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വെറുതെ കയറി തലയിട്ടിട്ട് എല്ലാ പ്രശ്നങ്ങളും ആവാഹിച്ച് ഏറ്റെടുത്തിട്ട് വരുന്ന ആളാണ് ഞാൻ. അതേപോലെ തന്നെ ഗബ്രിയും ഇവനും അതായത് റോക്കിയും കൂടിയിട്ട് തല്ലിവിടുമ്പോൾ എനിക്ക് മാറി നിന്നാൽ മതി. പക്ഷെ ഞാൻ മാറിക്കാതെ ഞാൻ മാറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ട്, മാറ്റാൻ ശ്രമിച്ച പിന്നെ റോക്കി എൻ്റെ നേർക്കാണ് കയറുന്നത്. അപ്പം ഞാൻ അവിടെ നിന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് എങ്ങനെ നിൽക്കേണ്ട. റോക്കിയുടെ ഭാഗത്ത് നിന്ന് ചേട്ടനാണ് അങ്ങനത്തെ ഒരു അടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ റോക്കിയും തല്ലൂടുകയാണെങ്കിലും നിങ്ങൾക്കത് അറിയാത്ത കാരണമാണ്. ഞാനും റോക്കിയും തല്ലൂടുകയാണെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട്. ഞങ്ങളാണ് ഏറ്റവും ആദ്യം ആ ഹൗസിൽ നേരത്തെ എണീക്കുക. റോക്കി എന്നെക്കാട്ടിലും നേരത്തെ എണീക്കും. എനിക്ക് ഗെയിം തലക്ക് അടിച്ചിട്ട് രാത്രി കിടന്ന് ഉറക്കൊന്നും വരില്ല. രാവിലെ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങുള്ളൂ. ഞാൻ എനിക്ക് വരുമ്പോൾ റോക്കി അവിടെ പുറത്തിരുന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ കുറേ നേരം സംസാരിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്ക് കൂടിയിരിക്കുന്നതും ഞാനും റോക്കിയും തമ്മിലാണ് ഏറ്റവും കൂടുതൽ. ഞാൻ എവിക്റ്റായിട്ട് വരുമ്പോൾ റോക്കി ഇടാൻ നിന്റെ നമ്പർ തരാൻ എനിക്ക്. അപ്പോൾ റോക്കിക്ക് എന്നോടൊരു സ്നേഹമുണ്ട്, എനിക്ക് റോക്കിയോട് സ്നേഹമുണ്ട്. റോക്കി നല്ലോണം എന്നെ ചീത്ത വിളിച്ചിട്ടുള്ളതാണ്, ഞാൻ റോക്കിനെ ചീത്ത വിളിച്ചതാണ്. നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ ടെലികാസ്റ്റിംഗ് കാണുമ്പോൾ എന്താ ഞങ്ങൾ തമ്മിൽ ശത്രുക്കളാണ് അല്ലേ. പക്ഷെ റോക്കിക്ക് എന്നെ എവിടേക്കോ അവനറിയാം ഞാനൊരു നല്ല ഗെയിമറാണ്, എനിക്കും അറിയാം അവനൊരു നല്ല ഗെയിമറാണ്. അപ്പോൾ റോക്കിക്ക് എന്നെയും എനിക്ക് റോക്കിനെയും ഒരു ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൻ്റെ ആദ്യമൊക്കെ നമ്മൾ അതൊന്നും ടെലികാസ്റ്റിന് വന്നിട്ടുണ്ടാവില്ല. എത്ര നല്ല രീതിയിലാണ് ഞങ്ങൾ സംസാരിക്കുക പരസ്പരം അങ്ങോട്ട് നീ എന്ന് പറഞ്ഞിട്ട്.
റോക്കി ഞാനായിട്ട് ഏറ്റവും കൂടുതൽ തല്ലുകൂടിയിട്ടുണ്ടെങ്കിലും അടുപ്പാണ് നിങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ രാവിലെ സംസാരിക്കും. രാവിലെ ഈ പറഞ്ഞ പോലെ 5 മണി 5:30 നേരത്തൊക്കെ സംസാരിച്ച് അവന്റെ മനസ്സിലുള്ള ഞാനും പറയും, എന്റെ മനസ്സിലുള്ള അവനും പറയും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ തല്ലൂട്ടാ. പിന്നെ ഞങ്ങള് വേറെ കാര്യമുണ്ട്, സ്നേഹം ഉണ്ടെന്ന് വെച്ചാൽ തല്ലൂടാതിരുന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവന് ഇഷ്ടമല്ലാതെ അവൻ വാട്ടാറ് ഞാനും പ്രതികരിക്കും തിരിച്ച്. ഞാനും അവനോട് മൂക്ക് ടച്ച് ചെയ്ത് നിന്നുണ്ട്, പരസ്പരം വെല്ലുവിളിച്ചിട്ട്. എന്ന് വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു വരുമ്പോൾ എൻ്റെ നമ്പർ മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്പർ കിട്ടും, അവിടുന്ന് കിട്ടും. റോക്കി ഞാൻ പറയട്ടെ, അത് ഞാൻ ഒരാഴ്ച കൊണ്ട് നിന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഈ ജിൻഡോ ഞാൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ റോക്കിയും കടന്നു വന്നേനെ. അല്ല, പക്ഷെ ഇപ്പൊ ഈ റോക്കി ഇഷ്യൂ ഉണ്ടായപ്പം സിജോ പറയുന്നുണ്ട്, എനിക്കിപ്പം തല്ല് കിട്ടി, പക്ഷെ അത് കുഴപ്പമില്ല, അത് ഗെയിമിന്റെ പാർട്ടായിട്ട് ഞാൻ എടുക്കുന്നു, അവൻ തിരിച്ച് വീട്ടിലോട്ട് വന്നോട്ടെ, ഗെയിം കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പക്ഷെ ആൾക്കാർക്ക് വിചാരിക്കാം അത് സിജോന് മേ ബി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറയാം, കാരണം ഇവൻ ഇത്ര തല്ല് കൊണ്ടിട്ടും അവൻ കുഴപ്പമില്ല എന്ന് പറയണു. അപ്പൊ സിജോ ആക്ച്വലി അങ്ങനെയാണോ ചെയ്യുന്നത്, അതോ ശരിക്കും റിയൽ ലൈഫിൽ ഭയങ്കര ഫൊഗീവ് ചെയ്യുന്ന ഒരാളാണോ സിജോ? ഒരൊറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ, അവരെല്ലാരും ഗെയിമേഴ്സ് ആണ്. അതിലുണ്ട് എല്ലാ ഉത്തരവും, അതിലെല്ലാ ഉത്തരവുണ്ട്. അതിന് ഞാൻ പറയാൻ ആളല്ല. സിജോ എന്ത് മനസ്സിൽ വിചാരിച്ചെന്ന് എനിക്ക് പറയാൻ പാടില്ല, ഞാൻ അതൊന്നും പറയില്ല. എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ്, എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ്. ഒരൊറ്റ ഉത്തരം അത്രേ ഉള്ളൂ. അതിലൊന്നും നിങ്ങൾക്ക് പൂർണിമ നല്ല ബുദ്ധിയുള്ള ആളാണ് അല്ലേ? മനസ്സിലായി, അത് കാണുന്ന പ്രേക്ഷകർക്കും മനസ്സിലാക്കാലോ. എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ്, അത് മാത്രം എനിക്ക് അതിനുള്ള ഉത്തരം എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഇപ്പൊ ഭയങ്കര ഋഷി ആയാലും റോക്കിയും ഭയങ്കര കൂട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാ. ഇപ്പം അവിടുത്തെ കൂട്ടൊന്നും കാര്യമില്ലടൂ. ഇല്ല അല്ലേ? കുറെ കഴിയുമ്പോ ഞാനും മല്ലയും നല്ല കൂട്ടാണ്. കുറെ കഴിയുമ്പോ അല്ല അങ്ങനെയല്ല, പക്ഷെ ഭയങ്കര ഒരു അപ്പൊ ഇപ്പൊ എങ്ങാനും റോക്കി ഇജക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ റോക്കിയുടെ ഈ വോട്ടൊക്കെ ഋഷിക്ക് തിരിയുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്ക് പറയാൻ ഞാൻ ആളല്ല. റോക്കിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഋഷിനെ സ്നേഹിക്കുന്നുണ്ടെന്നോ, ഋഷിനെ സ്നേഹിക്കുന്ന ആൾക്കാർ റോക്കിനെ സ്നേഹിക്കുന്നുണ്ടെന്നോ, വോട്ട് എങ്ങനെ പോകുന്നു അതൊന്നും ഞാൻ പറയാൻ ആളല്ല. അത് ഡിപ്പെൻസ്. പ്രേക്ഷകർ ഞാൻ പറയട്ടെ, മാറ്റി പിടിക്കുന്ന ആൾക്കാരെ പ്രേക്ഷകർ. ആ പ്രേക്ഷകരിൽ എന്നെ മാറ്റി പിടിച്ചത് അല്ലേ? ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ കുഴപ്പമില്ലാതെ ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു. പ്രേക്ഷകരുടെ നമുക്ക് ചിന്തകൾ നമുക്ക് പറയാൻ പറ്റില്ല, പ്രേക്ഷകർ ഏത് റൂട്ടിൽ കൂടിയാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. പ്രേക്ഷകർക്ക് ഇന്ന് എന്താ തോന്നുന്നത് അതാണ് മെയിൻ ആയിട്ടുണ്ടല്ലോ. ഇനി എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാട്ടുള്ള ഒരു കാര്യം, അതല്ല ഇത് ഭയങ്കര മെയിൻ, രതീഷ് ചേട്ടന്റെ റീ എൻട്രി. അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ അല്ല, ഇത് ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ, എല്ലാ എലിമിനേഷൻ മീൻസ് ഇങ്ങനെ എവിക്ട് ചെയ്ത് പോകുമ്പം ലാലേട്ടൻ ജസ്റ്റ് എവിക്ഷൻ ആയി അങ്ങനത്തെ രീതിക്ക് സംസാരിക്കും. പക്ഷെ രതീഷ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇനി ഒരു അവസരം കൂടി തരാണെന്നുണ്ടെങ്കിൽ രതീഷ് എങ്ങനെ കളിക്കും? അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം ലാലേട്ടൻ ചോദിച്ചിട്ടില്ല ആരോടും ഇതുവരെ. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഫസ്റ്റ് എലിമിനേഷൻ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, സെക്കൻഡ് വീക്കിലൊക്കെയാണ് ഫസ്റ്റ് കളയാ. അപ്പം അത് കേട്ടപ്പോൾ നമുക്ക് തോന്നിയായിരുന്നു ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 50-60 എപ്പിസോഡ് ആകുമ്പോഴത്തേനും രതീഷ് ചേട്ടന് തിരിച്ചു വരവ് ഉണ്ടാവോ? എനിക്കറിയില്ല. അല്ല രതീഷ് ചേട്ടൻ എന്താ തോന്നുന്നത്? ഭയങ്കര ആഗ്രഹമുണ്ട്. ആർക്കാഗ്രഹം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗെയിം കളിച്ചിട്ട് മതിയാവാത്ത ഒരാളാണ്. എനിക്ക് ഗെയിം ഇനിയും കളിക്കാനുണ്ട്. പ്രേക്ഷകരെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പ്രേക്ഷകരെ മുൾമുഴ നടത്താനുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആവനാഴിയിൽ ഒരുപാട് അമ്പോളി ഇരിക്കുന്നുണ്ട്. എനിക്ക് ഗെയിം കളിച്ച് മതിയായിട്ടില്ല. എനിക്ക് ഞാൻ എന്തിനാ നോണ പറഞ്ഞത്, എനിക്ക് തിരിച്ചു കയറാൻ ആഗ്രഹമുണ്ട്. അല്ലാതെ ഞാൻ എനിക്ക് തിരിച്ചു കയറാൻ ആഗ്രഹമില്ല. അത് എന്തിനാ പറയണത്? ആഗ്രഹമുണ്ട് തിരിച്ചു കയറിയാൽ. വിളിച്ചാൽ തിരിച്ചു പോകും, തീർച്ചയായിട്ടും പോകും. അത് ഞാൻ ലാലേട്ടനോട് പറഞ്ഞല്ലോ. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും. ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ അല്ല, ഈ വീക്കിൽ തന്നെ കുറെ ട്രോഫി കിട്ടിയിരുന്നില്ലേ? എന്തൊക്കെയായിരുന്നു? ചൊറിയൻ, കോമാളി, തരികിട, അതിന്റെ ഉള്ളിൽ കാട്ടിയ കാര്യങ്ങളൊക്കെയാണ്. ജീവിതത്തിൽ ഞാൻ അതല്ല, അതിന്റെ ഉള്ളിലെ ഗെയിം. അപ്പൊ അത് കിട്ടിയപ്പോ വിഷമമായിണ്ടായോ? എന്ത് വിഷമം? എനിക്ക് സന്തോഷമായുള്ളൂ. എനിക്ക് ഇനിയും അവാർഡുകൾ കിട്ടുന്നുണ്ടായിരുന്നു. ചൊറിയന്റെ അവാർഡ് കിട്ടി, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ അവിടെ ചൊറി സ്വഭാവം ഒരുപാട് കാട്ടിയിട്ടുണ്ട്. കോമാളിയുടെ അവാർഡ് കിട്ടി, ഞാൻ അവിടെ കോമാളിത്തരം ഒരുപാട് കാട്ടിയിട്ടുണ്ട്. തരികിടയുടെ അവാർഡ് കിട്ടി, തരികിടത്തരം ഞാൻ കാട്ടിയിട്ടുണ്ട്. ഈ 3 അവാർഡിനും ഞാൻ അർഹനാണ്. കുംഭകർണൻ പറഞ്ഞൊരു അവാർഡ് ഞങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. അത് എന്തിനും മഹിമയിലാണ് ജിൻഡപ്പൻ എന്റെ തലയിൽ കിട്ടുന്നത്. ലാലേട്ടൻ പറയും അവൻ ആ സമയത്ത് അവന് കിട്ടിയതാണ്. എന്റെ നേർക്ക് പറയണത് രതീഷ് ചേട്ടൻ ഉറങ്ങനായിട്ട് മുന്നേ കൂർക്കം വലിക്കുന്ന ആളാത്രേ. അങ്ങനെ ഞാൻ കൂർക്കം വലിക്കുന്ന ആളാണ്. പക്ഷെ ഉറങ്ങാനായിട്ട് അപ്പൊ എനിക്ക് ലാലേട്ടൻ പറഞ്ഞത് ഞങ്ങൾ നമ്മൾ ഷെയർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഒരു 3.5 അവാർഡ് കിട്ടിയെന്ന് വിചാരിക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷല്ലേ നമ്മള് ചെയ്ത ആക്ടിന് കിട്ടുന്ന അംഗീകാരമാണ് അല്ലെ. ഞാൻ പുറത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് ദേശീയ അവാർഡ് കിട്ടി കഴിഞ്ഞാൽ ആ അവാർഡിനെ ഞാൻ ദേശീയ അവാർഡിന്റെ തുല്യമാണ് ചൊറിയൻ അവാർഡ് എടുത്തത് അല്ലേ? ഞാൻ അതൊന്നും പറയില്ല, മറച്ചു പിടിക്കണ്ട.
ദേശീയ അവാർഡ് വേറെ, ഈ അവാർഡ് വേറെ. ഇതൊക്കെ എന്തുട്ടാ പാട്, ചൊറിയനായിട്ടുള്ള പാടാ. രണ്ടും ഞാൻ പ്രേക്ഷകരെ വളച്ചൊടിക്കാണ്, അതിനുള്ളിലേ വളച്ചൊടിപ്പാ ഇവിടെ വന്നിട്ട്. ദേശീയ അവാർഡ് വേറെ, വലിയ പാടല്ലേ. ഞാൻ പറഞ്ഞാൽ എന്താ അറിയും, നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്കൊരു ദേശീയ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ. അതേപോലെ ഞാൻ അവിടെ അഭിനയിച്ചത്, അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെയ്തത് ചൊറി സ്വഭാവം ഉള്ള ഇതാണ്, ആക്ടാണ് ചെയ്തത്, കോമാളിത്തരമുള്ള ആക്ടാണ് ചെയ്തത്, തരികിട സ്വഭാവമുള്ള ആക്ടാണ് ചെയ്തത്. ആ ആക്ടിനൊക്കെ എനിക്കൊരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഈ കുംഭകർണനുള്ള അവാർഡൊക്കെ. അല്ല, ചേച്ചിക്ക് കണ്ടപ്പോ തോന്നിയായിരുന്നോ ഇത് എന്താണ് വീട്ടിലെ പോലെ ഒന്നല്ലല്ലോ ഈ ചൊറി സ്വഭാവമൊക്കെ എന്തെങ്കിലും ചെയ്യണേന്ന് അവിടെ പോയിട്ട്? പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യില്ല. അല്ല, ഞാൻ അവിടെ വന്നപ്പോ ചെറുതാരോ ചോദിച്ചത് എന്താ അമ്മ അച്ഛൻ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചു പറഞ്ഞല്ലോ. അവിടെ ചെന്നപ്പോ ചോദിച്ചു, ഈ അച്ഛൻ ബിഗ് ബോസിൽ പോയി തല്ലുവിടാനാ? ഉറങ്ങിട്ടോ അവള് കഥ കേട്ട് ഉറങ്ങിപ്പോയി.